ഒരിക്കൽ നരകാസുരൻ എന്നൊരു ശക്തനായ അസുരനുണ്ടായിരുന്നു. അവൻ പ്രാഗ്ജ്യോതിഷ് എന്ന നഗരത്തിൽ താമസിച്ചിരുന്നു. നരകാസുരൻ വളരെ അഹങ്കാരിയും ക്രൂരനുമായിരുന്നു. അവൻ ആളുകളെയും ദേവന്മാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ചു. എല്ലാവരും അവനെ ഭയപ്പെട്ടു. അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളികൾ സ്വർഗത്തിലെത്തി. നരകാസുരൻ ഏൽപ്പിച്ച പീഡനം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ ധർമ്മം നിലനിർത്തുന്നവനായ ശ്രീകൃഷ്ണനിൽ അഭയം തേടി. ആളുകൾ സഹായത്തിനായി ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു. കൃഷ്ണൻ നരകാസുരനെ തടയാൻ തീരുമാനിച്ചു. സത്യഭാമയുമൊത്ത് ശ്രീകൃഷ്ണൻ ഗരുഡാരൂഢനായി പ്രാഗ്ജ്യോതിഷിലേക്ക് പോയി. ഇരുണ്ട പ്രതാപത്തോടെ തിളങ്ങുന്ന ഒരു ശക്തമായ നഗരം, അതായിരുന്നു അസുരരാജാവായ നരകാസുരന്റെ കോട്ടയായ പ്രാഗ്ജ്യോതിഷ്. അവർ നഗരത്തിനു മുകളിലൂടെ പറന്ന് അതെത്ര ശക്തവും കാവലുമുള്ളതാണെന്ന് കണ്ടു. പ്രാഗ്ജ്യോതിഷിനു മുകളിലുള്ള ആകാശത്തിലെത്തിയപ്പോൾ വിശാലമായ പ്രതിരോധങ്ങളും യോദ്ധാക്കളെയും പ്രാഗ്ജ്യോതിഷിനെ ചുറ്റിപ്പറ്റിയുള്ള തിന്മയുടെ പ്രഭാവലയവും നിരീക്ഷിച്ചു. പക്ഷെ കൃഷ്ണൻ ഭയപ്പെട്ടില്ല. ഒരു മടിയും കൂടാതെ യുദ്ധമാരംഭിച്ചു. ഒരു വലിയ യുദ്ധം. ഗരുഡൻ മിന്നൽ പോലെ താഴേക്കിറങ്ങി. ദിവ്യകോപത്തിൽ കറങ്ങുന്ന തന്റെ സുദർശന ചക്രവുമായി കൃഷ്ണൻ ഇരുട്ടിന്റെ സൈന്യത്തെ നേരിട്ടു. കൃഷ്ണനും സത്യഭാമയും ഒന്നിനു പുറകെ ഒന്നായി യുദ്ധം ചെയ്ത് നരകാസുരന്റെ എല്ലാ അസുര സൈനികരെയും പരാജയപ്പെടുത്തി. മുരൻ, തമ്രാൻ, അഥർവ, ശ്രാവണൻ, വാസുവിഭാസു, നഭസ്വാൻ, അരുണൻ എല്ലാവരും സുദർശന ചക്രത്തിനും ദിവ്യ അമ്പുകൾക്കും ഇരയായി. ഒടുവിൽ നരകാസുരൻ തന്നെ യുദ്ധം ചെയ്യാൻ വന്നു. അസ്ഥികളിൽ കെട്ടിച്ചമച്ച കവചം ധരിച്ച് അവൻ ആകാശത്തേക്കുയർന്നു. അവന്റെ ഗർജനം പർവ്വതങ്ങളെ വിറപ്പിച്ചു. യുദ്ധം കൊടുങ്കാറ്റുപോലെ ഉഗ്രമായി. പ്രപഞ്ചത്തെ തന്നെ പിടിച്ചുകുലുക്കി. എന്നാൽ ഇരുട്ടിന് വെളിച്ചത്തെ നേരിടാൻ കഴിഞ്ഞില്ല. യുദ്ധം കഠിനവും നീണ്ടതുമായിരുന്നു. എങ്കിലും അവസാനം കൃഷ്ണനും സത്യഭാമയും നരകാസുരനെ പരാജയപ്പെടുത്തി ലോകത്തിൽ സമാധാനം കൊണ്ടുവന്നു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയ ഈ ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത്. സന്തോഷത്തിന്റെയും വെളിച്ചത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും ഉത്സവം.